അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അമ്മയും മകനും കൂടി ഒന്നിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് വന്നിരിക്കുന്നത്. ആ മുഹൂർത്തത്തിലേക്കൊക്കെ നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി കാറിലുണ്ട്. വിജയലക്ഷ്മി ഇങ്ങനെ ഗോവിന്ദിൻ്റെ അവഗണനയൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ കരയുന്നത് കാണുമ്പോൾ ഗോവിന്ദിന് വിഷമം തോന്നുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, ഇനിയിപ്പോൾ കരയൊന്നും വേണ്ട, പിന്നെ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി, മനസ്സിൽ എന്ത് തോന്നിയാലും ഞാൻ വിളിച്ച് പറയും, അതെൻ്റെ ശീലമായിപ്പോയി, അതിനെ ഓർത്ത് കരയൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ വിജയലക്ഷ്മി കണ്ണീരൊക്കെ തുടയ്ക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഒരുപാട് മനസ്സിൽ ഒരുപാട് വെറുപ്പ് ഉണ്ടായിരുന്ന ആ ഒരു സമയവും ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന എൻ്റെ പഴയ ഒരു അമ്മയുണ്ടായിരുന്നു. വാത്സല്യവും സ്നേഹവും അഭിമാനത്തോടു കൂടി ജീവിച്ച ഒരമ്മയുണ്ടായിരുന്നു. ആ അമ്മയെക്കുറിച്ച് ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ഗോവിന്ദ്, അത് പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയാണ്, മോനെ കണ്ണാ, ശരിക്കും പറയുകയാണെങ്കിൽ കണ്ണാ എന്നുള്ള വിളി പണ്ട് വിജയലക്ഷ്മി ഗോവിന്ദിനെ വിളിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അത് പിന്നീട് നമ്മുടെ രാധികാമ്മ ഏറ്റെടുത്തതാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ വിജയലക്ഷ്മി പറയുകയാണ്, മോനെ കണ്ണാ, നിൻ്റെ മനസ്സ് വളരെ വലിയ മനസ്സാണ് നിനക്കുള്ളത്, അതെനിക്ക് നന്നായിട്ടറിയാം. പുറമേ നീ എത്ര അകൽച്ച കാണിച്ചാലും എത്ര വെറുപ്പ് കാണിച്ചാലും നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയുണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. നമ്മുടെ കുടുംബത്തോട് തന്നെ ദ്രോഹം ചെയ്ത ഭദ്രനെ നമ്മുടെ കുടുംബത്ത് കയറ്റിയവനല്ലേ നീ, അയാളെ നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരാളാക്കിയ ആളല്ലേ നീ. അപ്പോൾ പിന്നെ നിനക്ക് എന്നോട് എത്ര വെറുപ്പുണ്ടെങ്കിലും നിനക്ക് എന്നോട് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം, നിൻ്റെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം എന്നിങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി നമ്മുടെ ഗോവിന്ദിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് പ്രതികരിക്കുന്നതൊന്നുമില്ല, കൈ തട്ടി കളയുന്നുമില്ല. അങ്ങനെ അവരിങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി അനാർക്കലിയെക്കുറിച്ച് പറയുകയാണ്. വിജയലക്ഷ്മി പറയുകയാണ്, ഞാൻ ഇന്ന് നിന്നെ കാണാനായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ജയിലിൽ പോയി അനാർക്കലിയെ കണ്ടിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ഗോവിന്ദ് ഞെട്ടിത്തരിച്ച് പോവുകയാണ്. അനാർക്കലി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഗോവിന്ദ് ആകെ എന്താ പറയുന്നത്, വല്ലാത്തൊരവസ്ഥയിലാവുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, അനാർക്കലി ആദ്യം കണ്ണൂർ ജയിലിലായിരുന്നു, അവിടെ ഒരു തുറന്ന ജയിലിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ അവൾ ആകെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതിനെ തുടർന്ന് ഇവിടെ ജയിലിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. പക്ഷെ ഞാനിവിടെ പോയി കണ്ട സമയത്തിന് അവൾ എന്നോട് സംസാരിക്കാനൊന്നും കൂട്ടാക്കിയില്ല. പിന്നീട് ഞാൻ വാർഡൻ്റെ കയ്യിൽ ഒരു കുറിപ്പ് എഴുതി കൊടുത്തിട്ടാണ് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ അനാർക്കലിയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ഗോവിന്ദിൻ്റെ സകല നിയന്ത്രണവും വിടുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, നിങ്ങളോട് ആരാ പറഞ്ഞത് അവരെ പോയി കാണാൻ, നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, അത് വേണം മോനെ, അതിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയി കണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദിന് അനാർക്കലിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഗോവിന്ദ് എന്താ പറയുന്നത്, വല്ലാത്തൊരവസ്ഥയിലാവുകയാണ്. അങ്ങനെ ഗോവിന്ദ് വണ്ടി ഭയങ്കര സ്പീഡിന് ഓട്ടിച്ച് പോവുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, മോനെ എന്തായി കാണിക്കുന്നത്, എന്തിനാ ഇത്ര സ്പീഡ് എടുക്കുന്നത്, സ്പീഡ് കുറയ്ക്ക് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷെ ഒരു രക്ഷയില്ല, ഗോവിന്ദ് അടിച്ച് മിന്നി അങ്ങ് വിടുകയാണ്. അപ്പോൾ ആ സമയത്ത് വിജയലക്ഷ്മി വണ്ടിയിലിരുന്ന് ഒച്ചത്തിൽ പറയുന്നത്, കണ്ണ ഒന്ന് പതുക്കെ, എന്തിനാ ഇങ്ങനെ ഇത്ര സ്പീഡിൽ പോകുന്നത്, ഗോവിന്ദ് എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഗോവിന്ദ് മൈൻഡ് ചെയ്യുന്നില്ല, അടിച്ച് വിഞ്ഞി പോവുകയാണ്. അങ്ങനെ കുറേ ദൂരം പോകുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഒരു കാറ് വരികയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയുന്നത്, എന്തായി കാണിക്കുന്നത്, ദേ വേറെ വണ്ടി വരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് വെട്ടിത്തിരിക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു കല്ല് കിടക്കുന്നു. ആ പാറക്കല്ലിലേക്ക് ഇടിച്ചങ്ങ് കയറ്റുകയാണ് വണ്ടി. പക്ഷേ ഒരുപാട് വലിയ ഇടിയൊന്നുമല്ല, എന്നാലും ഇടിച്ച് അങ്ങ് പെട്ടെന്ന് അങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് ഇത് ഇങ്ങനെ ആവുകയാണ്. അങ്ങനെ ഗോവിന്ദിൻ്റെ ഇവിടെ കയറി സ്റ്റിയറിങ്ങിൽ ഇടിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ഇവിടെ ശകലം മുറിയുന്നുണ്ട്. എന്നിട്ട് പുള്ളി ബോധം കെട്ടി ഇങ്ങനെ സ്റ്റിയറിങ്ങിൽ മുഖം കമഴ്ത്തി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ
ആ സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ഗോവിന്ദിനെ വിളിക്കുകയാണ്. കണ്ണാ മോനെ ഗോവിന്ദ് എഴുന്നേൽക്ക് മോനെ, എഴുന്നേൽക്ക്, എന്താടാ പറ്റിയത്, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി ആകെ സങ്കടത്തിലാവുകയാണ്. അതിനുശേഷം നമ്മുടെ വിജയലക്ഷ്മി വണ്ടിയുടെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് നേരെ കറങ്ങി ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്ത് വരികയാണ്. എന്നിട്ട് ആ ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വിജയലക്ഷ്മിയുടെ കാലിൽ കുപ്പിച്ചില്ല് പൊത്ത് കയറുകയാണ്. അങ്ങനെ കുപ്പിച്ചില്ല് പൊത്ത് കയറിയ വേദനയിൽ നമ്മുടെ വിജയലക്ഷ്മി കടിച്ചമർത്തിയിട്ട് നോക്കുമ്പോൾ കാലിൽ വലിയൊരു കുപ്പിച്ചില്ല് തറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പക്ഷേ ആ വേദനയൊന്നും വകവയ്ക്കാതെ നമ്മുടെ വിജയലക്ഷ്മി കാറിൻ്റെ ഡോറ് വലിച്ചു തുറന്നിട്ട് ഗോവിന്ദിനെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് മോനെ ഗോവിന്ദ് എന്താടാ പറ്റിയത്, ഒന്ന് കണ്ണ് തുറക്കും മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മ വല്ലാത്ത അവസ്ഥയിലാവുകയാണ്. അതിനുശേഷം അമ്മ ഗോവിന്ദിനെ മെല്ലെ അതിലേക്ക് ചായച്ച് കിടത്തുകയാണ്, സീറ്റിലേക്ക് ചായച്ച് കിടത്തുകയാണ്. അതിനുശേഷം നമ്മുടെ വിജയലക്ഷ്മി മെല്ലെ മെല്ലെ ഏന്തി വരികയാണ്. എന്നിട്ട് വേറൊരു വണ്ടി വരുമ്പോൾ കുറച്ച് ദൂരം പോകുന്നുണ്ട്. എന്നിട്ട് വേറൊരു വണ്ടി വരുമ്പോൾ അതിനെ കൈ കാണിച്ചിട്ട് പറയണേ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് പറയണേ എൻ്റെ മോൻ അവിടെ ആക്സിഡൻ്റായി, അവൻ്റെ അനക്കമൊന്നുമില്ല, എൻ്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ വണ്ടിക്കാരും വണ്ടിയിലിരുന്ന പയ്യന്മാരെല്ലാവരും കൂടി ചെല്ലുകയാണ്. എന്നിട്ട് ഡോറ് തുറന്നിട്ട് എല്ലാവരും കൂടി നമ്മുടെ ഗോവിന്ദിനെ ഇങ്ങനെ താങ്ങിയെടുത്തുകൊണ്ട് അവരുടെ കാറിൽ കയറ്റിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദിൻ്റെ നെറ്റിയിൽ ഇവിടെ ഈ ഒരു കുഞ്ഞു മുറിവിൽ അവർ മരുന്നൊക്കെ വെച്ച് പ്ലാസ്റ്റർ ചെയ്ത് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോഴും ഗോവിന്ദിന് മയക്കമൊന്നും വീണിട്ടില്ല. അപ്പോൾ ആ സമയത്ത് വിജയലക്ഷ്മി ഇടുന്ന് കരഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ പറയുകയാണ്, അമ്മ ഇങ്ങനെ കരഞ്ഞ് ബഹളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ഇദ്ദേഹത്തിന് ആ പെട്ടെന്നുണ്ടായ ആ ഒരു തല കയറി ഇടിച്ചപ്പോൾ, ആ നെറ്റി കയറി ഇടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ബോധം പോയിന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, ഇപ്പം തന്നെ അദ്ദേഹം കണ്ണ് തുറക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതേസമയം വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗോവിന്ദ് മെല്ലെ മെല്ലെ കണ്ണ് തുറക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലും ചുറ്റുപാടും ഒക്കെയാണ് നമ്മുടെ ഗോവിന്ദ് കാണുന്നത്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്താ പറ്റിയത്, എനിക്കെന്താ പറ്റിയത്, ഇവിടെ മുറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് വിജയലക്ഷ്മി വന്നിട്ട് ഗോവിന്ദിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ എനിക്കൊന്നുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല എന്നിങ്ങനെ പറയുകയാണ്. നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടർ പറയുകയാണ്, ആഹാ അപ്പോൾ മോനൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ തന്നെ അമ്മ ഇത്ര അപ്സെറ്റായോ? എന്നാൽ അമ്മയ്ക്കല്ല ശരിക്കും പ്രശ്നം, മോനല്ല ശരിക്കും പ്രശ്നം, അമ്മയ്ക്കാണ്. ദേ നോക്ക്, കാലിൽ കൂടെ ബ്ലഡ് എടുക്കുന്ന കണ്ടില്ലേ, കാലിൽ ആഴത്തിൽ മുറിവുണ്ട്. ആ മുറിവ് പെട്ടെന്ന് മുറിവിന് വേണ്ടുന്ന രീതിയിൽ പെട്ടെന്നുള്ള ചികിത്സയാണ് ആദ്യം ചെയ്യേണ്ടത്. മകനിപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയണം. അപ്പോഴും വിജയലക്ഷ്മി പറയണേ, എൻ്റെ മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവനെ വേറെ വല്ല ഹോസ്പിറ്റലും ആക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയണേ, ഒരു കുഴപ്പമില്ല, ഗോവിന്ദിന് ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് അങ്ങ് എഴുന്നേറ്റിട്ട് ചോദിക്കണേ, എന്താ അമ്മയ്ക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറയണം. കാരണം എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയത് എന്ന് ഗോവിന്ദ് ചോദിച്ചപ്പോഴത്തേക്ക് ആ ഒരു ചോദ്യം ഒരിക്കൽ നമ്മുടെ വിജയലക്ഷ്മി ഗോവിന്ദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ എന്നെ ഒന്ന് അമ്മ എന്ന് വിളിക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ മരിച്ചാൽ പോലും ഞാൻ നിങ്ങളെ അമ്മ എന്ന് വിളിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാളിൽ നിന്നും ഗോവിന്ദിൻ്റെ വായിൽ നിന്ന് അമ്മ എന്നൊരു വിളി കേൾക്കുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അന്തം വിട്ടിരിക്കുകയാണ്, കരയുകയാണ് പുള്ളിക്കാരത്തി. അതിനുശേഷം ഗോവിന്ദ് ഇങ്ങനെ നോക്കുമ്പോൾ നിലത്ത് ഇങ്ങനെ ബ്ലഡ് ഒലിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അവിടെ കസേരയെ പിടിച്ചിരുത്തിയിട്ട് കാല് ഇങ്ങനെ പരിശോധിച്ച് നോക്കുകയാണ് നമ്മുടെ ഡോക്ടറും നഴ്സുമാരൊക്കെ ചേർന്നിട്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഡോക്ടർ പറയുകയാണ്, കുപ്പിച്ചില്ലാണ് പ്രശ്നം, കുപ്പിച്ചില്ല് കുറച്ച് ആഴത്തിൽ കയറി ഇരിപ്പുണ്ട്, അത് മാത്രമല്ല ഉള്ളിലത് ഒടിഞ്ഞാണോ ഇരിക്കുന്നതെന്നുള്ള കാര്യം കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയൊരു സർജറി നടത്താം. അപ്പോൾ നമുക്കിത് നന്നാക്കി ഇതിനകത്ത് എന്തെങ്കിലും തുരുമ്പ് പോയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ പറ്റും. ഇത്തിരി ആഴത്തിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് അമ്മയ്ക്ക് വേദനിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, ഇല്ല വേദനയൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ സഹിച്ചിരുന്നോളാം, നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് മരുന്ന് വെച്ചാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടുന്ന നല്ല ചികിത്സ കൊടുക്കണം, എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്, ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാം എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദ്. ശരിക്കും ഇത് കേട്ടിട്ട് നമ്മുടെ വിജയലക്ഷ്മി ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഗോവിന്ദിൽ നിന്നും ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ വിജയലക്ഷ്മി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ
അപ്പോൾ ഡോക്ടർ പറയണേ ഏയ് വേണ്ട, ഇവിടെ നിന്ന് മാറ്റത്തക്ക രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല, ഇത് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ കാല് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഇങ്ങനെ കാലിങ്ങനെ ക്ലീൻ ചെയ്യണം. പക്ഷേ ആ അമ്മ മകനോടുള്ള സ്നേഹം കൊണ്ട് മകനെ മാത്രം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴൊക്കെ ഇങ്ങനെ കാലിൽ നിന്ന് ഇങ്ങനെ കുപ്പിച്ചിൽ വലിച്ചെടുക്കുന്ന സമയത്തൊക്കെ വിജയലക്ഷ്മി ഇങ്ങനെ ഞെക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തും മോനെ തന്നെ നോക്കുകയാണ്. പക്ഷേ ഗോവിന്ദ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അമ്മയുടെ സങ്കടം നമ്മുടെ ഗോവിന്ദിന് താങ്ങാൻ പറ്റുന്നില്ല. പുള്ളിക്കാരൻ നമ്മുടെ വിജയലക്ഷ്മിയുടെ കാലിൻ്റെ ആ ഒരു പ്രശ്നം കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദ് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഡോക്ടർ പറയണം, കണ്ടില്ലേ ഗോവിന്ദ്, അമ്മയ്ക്ക് ഇത്രയും ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിട്ടും ആ മുറിവെല്ലാം മറന്നിട്ട് ഈ കാലിൽ കുപ്പിച്ചിലും കുത്തിക്കയറിയ ഈ കാലും കൊണ്ടാണ് ഗോവിന്ദിൻ്റെ പിന്നാലെ ഓടി ഇവിടെ കൊണ്ടുവന്നത്. അപ്പോഴും ഈ കാലിൻ്റെ വേദന അമ്മ സഹിച്ചിട്ട് പറഞ്ഞത്, എൻ്റെ ഗോവിന്ദിന് നല്ല ചികിത്സ കൊടുക്കണം, അവന് ഒരു ആപത്തും പറ്റരുത്, അവനെ എനിക്ക് വേണം എന്നാണ് ഈ അമ്മ പറഞ്ഞത്. ഇതുപോലെയുള്ള അമ്മമാരെ കിട്ടാനുണ്ടല്ലോ, പുണ്യം ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദിന് വല്ലാത്ത വിങ്ങലുണ്ടാവുകയാണ് മനസ്സിന്. അങ്ങനെ പുള്ളിക്കാരൻ ആകെ വല്ലാത്തൊരവസ്ഥയിൽ വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ വിലാസിനിയാണ് കാണിക്കുന്നത്. വിലാസിനി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വിലാസിനി കുറച്ച് ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാനാണ് വിലാസിനി വരുന്നത്. അപ്പോൾ വിലാസിനി വന്നിരുന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, റിസൾട്ട് എങ്ങനെയുണ്ട്, പോസിറ്റീവ് തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പുള്ളിക്കാരത്തിക്ക് ഈ ട്യൂമറാണോ എന്ന് തെളിയിക്കാനുള്ളൊരു ടെസ്റ്റിനായിരുന്നു പുള്ളിക്കാരത്തിക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യമാണ് പുള്ളിക്കാരത്തിയുടെ വിവരക്കേടാണ്. പുള്ളിക്കാരത്തി പറയുകയാണ്, എങ്ങനെയുണ്ട് റിസൾട്ട്, പോസിറ്റീവ് തന്നെയാണ് ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് പറയുകയാണ്, നമ്മുടെ സിസ്റ്റർമാർ പറയുകയാണ്, അതെ റിസൾട്ട് പോസിറ്റീവ് തന്നെയാണ് എന്നിങ്ങനെ പറയണം. അല്ലെങ്കിൽ എനിക്കറിയാം, എനിക്കെല്ലാം പോസിറ്റീവായിട്ടേ വരുള്ളൂ എന്നിങ്ങനെ. അപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ എന്താ പറയുന്നത്, അപ്പോൾ നമ്മുടെ സിസ്റ്റർ പറയാണ്, അതിന് നിങ്ങളെന്തിനാണ് ഇത്ര സന്തോഷിക്കുന്നത്, ഇത് ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമാണ്, പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിട്ടില്ലല്ലോ അല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിലാസിനി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, എന്തായാലും പേഷ്യൻറ്റിൻ്റെ കൂടെ പറയണ്ട കേട്ടോ, ഞങ്ങൾ പറഞ്ഞത് പോസിറ്റീവ് എന്ന് പറഞ്ഞത് അസുഖമില്ല എന്നുള്ള അർത്ഥത്തിലല്ല, അസുഖമുണ്ട്, ട്യൂമറിൻ്റെ 3ാം ഘട്ടമാണിത് എന്നിങ്ങനെ പറയുമ്പോൾ വിലാസിനി ഞെട്ടിത്തരിച്ച് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, പക്ഷേ ഫസ്റ്റ് ഘട്ടമായാലും 2ാം ഘട്ടമായിരുന്നെങ്കിലും, അതായത് 1ാം ഘട്ടമോ 2ാം ഘട്ടമോ ഫസ്റ്റോ സെക്കൻഡോ ഘട്ടങ്ങളിലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ശസ്ത്രക്രിയയൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം മെല്ലെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേനെ. പക്ഷേ ഇതിപ്പോൾ പറ്റുന്ന ഒരു ലക്ഷണവുമില്ല. കാരണം 3rd സ്റ്റേജ് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്ന് വെച്ചാൽ വളരെ പാടാണ്. ഇനി അഥവാ സർജറിയൊക്കെ നടത്തിയതിന് ശേഷം ജീവിതത്തിലേക്ക് വന്നാലും അങ്ങേയറ്റം മാക്സിമം 2 വർഷം, അതിനപ്പുറത്തോട്ടൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. ശരിക്കും വിലാസിനിയാണ് പേഷ്യൻ്റ് എന്ന് മനസ്സിലാക്കാതെയാണ് അവർ ഇതെല്ലാം വിലാസിനിയോട് പറയുന്നത്. വിലാസിനി ഇത് കേൾക്കുമ്പോൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ വിങ്ങലിലിരിക്കുകയാണ് നമ്മുടെ വിലാസിനി. അപ്പോൾ ആ സമയത്ത് പറയുകയാണ്, നിങ്ങൾ പേഷ്യൻറ്റിനോട് ഈ കാര്യമൊന്നും പറയാൻ നിൽക്കേണ്ട കേട്ടോ, പക്ഷേ എത്രയും പെട്ടെന്ന് സർജറി നടത്തണം, സർജറി നടത്തില്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിലാസിനി ഒന്നും മിണ്ടാണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ചോദിക്കുകയാണ്, ഹലോ പേഷ്യൻറ്റിൻ്റെ കൂടെ ഇതൊന്നും പറയണ്ട കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ വിലാസിനി അതൊന്നും കേൾക്കാതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നാലെ ചെല്ലുകയാണ്. വിലാസിനിയുടെ പിന്നാലെ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങളവിടെ നിൽക്ക്, നിങ്ങൾ തന്നെയാണോ പേഷ്യൻറ്റ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിലാസിനി അതിനൊന്നും മറുപടി പറയുന്നില്ല. വിലാസിനിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. വിലാസിനി വളരെ സങ്കടത്തോടു കൂടി നടന്ന് പോകുന്നത് കാണുമ്പോൾ ശരിക്കും പറയാൻ എനിക്ക് പാവം തോന്നും. അത്രയ്ക്ക് വിഷമത്തിൽ വിലാസിനി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്നത് കാണിക്കുന്നു. പിന്നീട് വിലാസിനിയുടെ താമസിക്കുന്ന വീട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഗേറ്റ് 2 കൈ കൊണ്ടും ഇങ്ങനെ തള്ളി അങ്ങ് തുറക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വിലാസിനി അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ഡോറൊന്നും തുറക്കാനായിട്ട് കോളിംഗ് ബെല്ലൊന്നും അടിക്കുന്നില്ല. വന്ന ഉടനെ സിറ്റ് ഔട്ടിൽ അങ്ങ് ഇരിക്കുകയാണ് പുള്ളിക്കാരത്തി. അവിടെ ഇരുന്നിട്ട് കരഞ്ഞിട്ട് വിലാസിനി ഓർക്കുകയാണ് ഭദ്രനും വിലാസിനിയും കൂടെ, അതായത് ഗീതുവിൻ്റെയൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് അവർ അടിച്ചു പൊളിക്കുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭദ്രനും വിലാസിനിയും കൂടെ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നല്ലോ. അതായത് കറുത്ത ഒരു മിഡിയും ടോപ്പും വിലാസിനി ഇട്ടിട്ട് കയ്യിലൊരു വെള്ള കൊടയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ വിലാസിനി
വിലാസിനിയും ബർമുടയൊക്കെ ഇട്ടിട്ട് ഭദ്രനും ഒക്കെ നിന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സീനൊക്കെ നമ്മുടെ വിലാസിനി ഓർത്തെടുക്കുകയാണ്. അതുമാത്രമല്ല, പ്രിയമോൾക്ക് ഗോവിന്ദ് കൊടുത്ത ആ വീടുണ്ടല്ലോ, ആ വീട്ടിലേക്ക് നിലവിളക്കും കൊണ്ട് നമ്മുടെ വിലാസിനി കയറി വരുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ വിലാസിനി അവിടെ ഇരുന്ന് ഓർത്തെടുക്കുകയാണ്. അതൊക്കെ ഓർക്കുമ്പോൾ വിലാസിനിക്ക് ആകെ സങ്കടമാവുകയാണ്. അപ്പോൾ വിലാസിനി ആലോചിക്കുകയാണ്, ഈശ്വര, ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കാനാണ്? അല്ലെങ്കിൽ തന്നെ ഇത്രയും നാൾ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണ് ഞാൻ ഉണ്ടാക്കിയത്? ഇത്രയും നാൾ ഞാൻ ജീവിച്ചിരുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഒരു അർത്ഥവുമില്ല. പ്രത്യേകിച്ച് എൻ്റെ ജീവിതം കൊണ്ട് ഒരു ഗുണം ആർക്കും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ വിലാസിനി ഓർക്കുകയാണ്. വിലാസിനിയുടെ തെറ്റുകളൊക്കെ വിലാസിനിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ വിലാസിനി ഇങ്ങനെ ഇരുന്ന് യഥാർത്ഥത്തിൽ വിലാസിനി വന്നത് ആരും അറിയുന്നില്ല. കാരണം വിലാസിനി കോളിംഗ് ബെല്ലടിക്കുകയോ വീടിനകത്തേക്ക് കയറുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ വിലാസിനി പുറത്തിരുന്ന് ഇങ്ങനെ വിങ്ങി പൊട്ടി വിതുമ്പി ഉറച്ചിങ്ങനെ കരയുകയാണ് വിലാസിനി. അടക്കി പിടിച്ച് പിന്നെ ഉറച്ചുറച്ചാവുകയാണ് വിലാസിനിയുടെ കരച്ചിൽ. അങ്ങനെ നമ്മുടെ വിലാസിനി ഭയങ്കര സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അറയ്ക്കൽ വീടാണ്. അറയ്ക്കൽ വീട്ടിൽ നമ്മുടെ ഗോവിന്ദിനെയും കൊണ്ട് നമ്മുടെ ഗീതു വരികയാണ്. നമ്മുടെ ഗോവിന്ദിൻ്റെ ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്ററൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദും ഗീതുവും കൂടെ വരുന്നത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ രേഖ ചെല്ലുകയാണ്. രേഖയുടെ പിന്നാലെ നമ്മുടെ കാഞ്ചനയും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചനയും രേഖ വന്നിട്ട് ചോദിക്കണം, അയ്യോ ഗോവിന്ദേട്ടാ, ഈ നെറ്റിൽ എന്താ പറ്റിയ ഗോവിന്ദേട്ടന്? ഇതെന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, ഏയ് പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല രേഖയെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേഖ ചോദിക്കുകയാണ്, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയാണ്, അത് കാറ് തുറക്കുമ്പോൾ കാറിൻ്റെ ഡോർ ഒന്ന് അടിച്ചതാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രേഖ പറയാണ്, അതെന്താ ഗോവിന്ദേട്ടാ, സൂക്ഷിക്കേണ്ടേ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ രാധികാമ്മ വരികയാണ്. ഒപ്പം വരുണുമുണ്ട്. അപ്പോൾ വന്ന ഉടനെ നമ്മുടെ രാധികാമ്മയുടെ ഒടുക്കത്തെ ഭാവാഭിനയം. രാധികാമ്മ പറയണം, എൻ്റെ കണ്ണ മോനെ, എന്താണ് പറ്റിയതെന്ന് നിനക്ക്? എൻ്റെ പൊന്നുമോനെ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? എന്താ കണ്ണാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ്മ വരികയാണ്. രാധികാമ്മ വന്നിട്ട് ഇങ്ങനെ ഗോവിന്ദനെ ഇങ്ങനെ പിടിച്ചിട്ട് പറയണേ, എൻ്റെ പൊന്നുമോനെ, ഇത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ, ഇത് എങ്ങനെ സംഭവിച്ചു കണ്ണ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അമ്മ പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല എന്നിങ്ങനെ പറയണം. ഒരു വണ്ടിയുമായിട്ട് ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി എന്നിങ്ങനെ പറയണം. ആക്സിഡൻറ്റോ എന്നിങ്ങനെ ചോദിക്കണ്ടേ രാധികാമ്മ. അപ്പോൾ ഗീത പറയണം, കണ്ണേട്ടൻ അങ്ങനെ പറയത്തക്ക രീതിയിലൊന്നും സംഭവിച്ചില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. എൻ്റെ കണ്ണ, നീ ഇല്ലെങ്കിൽ അമ്മയ്ക്കൊരു ജീവിതം പോലും ഇല്ല മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗീതുവിന് ശരിക്കും പറയുകയാണെങ്കിൽ പുച്ഛം തോന്നുകയാണ്. ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാധികാമ്മ പറയുകയാണ്, ഇത് എവിടെ വെച്ചാൽ ഇങ്ങനെ സംഭവിച്ചത്? നീ രാവിലെ ഓഫീസിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നീ എങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഗോവിന്ദന് ശരിക്കും പറയുകയാണെങ്കിൽ കള്ളം പറയാൻ പറ്റില്ലല്ലോ. ഗീതു ആണല്ലോ അവസരം പോലെ പെട്ടെന്ന് കള്ളത്തരങ്ങൾ പറയുന്നത്. അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നത്, അത് പിന്നെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാനൊരു മീറ്റിങ്ങിന് പോയതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാധികാമ്മ പറയുന്നത്, നീ എന്ത് മീറ്റിങ്ങിനാണ് പോയത്? ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ടായത്. എവിടെയാണ് പോയത് മീറ്റിങ്ങിന് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് എന്ത് പറയണമെന്നറിയാതെ പെട്ടെന്ന് നിന്നിങ്ങനെ പരിങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗീത് പറയണം, അത് പിന്നെ മൂന്നാറിൽ വെച്ചായിരുന്നു മീറ്റിംഗ് എന്നിങ്ങനെ ഗീത് പറയണം. മൂന്നാറിൽ വെച്ചോ? ഇന്ന് വരെ മൂന്നാറിൽ വെച്ച് മീറ്റിംഗ് ഒന്നും നടന്നിട്ടില്ലല്ലോ, എന്ത് മീറ്റിംഗാണ് നടന്നത് എന്നിങ്ങനെ ഗോവിന്ദിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് ഇതിങ്ങനെ എന്ന് പരിങ്ങുന്ന കാണുമ്പോഴത്തേക്ക് ഗീത് പറയണം, അത് പിന്നെ കണ്ണേട്ടന് വയ്യാണ്ട് ആക്സിഡൻ്റൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ കണ്ണേട്ടന് നല്ല വേദനയുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് റെസ്റ്റ് എടുക്കുക വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ചോദ്യം ചോദിച്ച് കണ്ണേട്ടനെ ബുദ്ധിമുട്ടിക്കുകയല്ല ചെയ്യേണ്ടത്. കണ്ണേട്ടൻ പോയി റെസ്റ്റ് എടുത്തോ, പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഗീതു ഗോവിന്ദിൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഗോവിന്ദ് കിട്ടിയ തക്കത്തിന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാധികാമ്മ ഇങ്ങനെ ഗീതുവിനെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്. ഇങ്ങനെ തുറച്ച് നോക്കുമ്പോഴത്തേക്ക് ഗീതു ആണെങ്കിലുണ്ടല്ലോ, ഗീതു വിട്ടുകൊടുക്കുമോ? ഗീതു പറയാണ്, കണ്ണേട്ടനെ ഒരു നിമിഷം പിരിഞ്ഞ് എനിക്കും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? കണ്ണേട്ടൻ്റെ നെറ്റിയും മുറിഞ്ഞു. ചെറിയൊരു ആക്സിഡൻ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗീതു. ഗീതുവിനെ കാണുമ്പോഴത്തേക്ക് വിജയലക്ഷ്മിക്ക് ആകെ ദേഷ്യം വരികയാണ്. അപ്പോൾ കാഞ്ചന പറയുകയാണ്, ഗോവിന്ദ് മാമനും ഗീതുപാപ്പയ്ക്കും തമ്മിൽ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നേ, നിങ്ങളെ രണ്ടുപേരുടെയും രീതികളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. അല്ലെങ്കിൽ തന്നെ ഗീതുപാപ്പ പ്രഗ്നൻ്റ് അല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴുണ്ടല്ലോ കാഞ്ചന ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മയുടെ കിളി പോവുകയാണ്. രാധികാമ്മയ്ക്ക് അത് ഒന്നും പിടിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഗീത് പറയണ, കണ്ണേട്ടൻ എന്നെ കണ്ടില്ലെങ്കിലുണ്ടല്ലോ മുറിയിലിരുന്ന് വിഷമിക്കും, കണ്ണേട്ടനിപ്പോൾ എപ്പോഴും ഞാൻ കൂടിയേ തീരൂ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കാഞ്ചനയൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീത അവിടെ നിന്ന് മുങ്ങുന്ന സമയത്തിന് നമ്മുടെ
കാഞ്ചന പറയണേ, എന്തായാലും ഗോവിന്ദ മാമന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചവർക്ക് വേറൊന്നും സംഭവിച്ചില്ലല്ലോ, ഈ നെറ്റി ഇച്ചിരി മുറിഞ്ഞതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ വിജയലക്ഷ്മി അല്ല, നമ്മുടെ രാധിക പറയണേ, കാഞ്ചനെ മിണ്ടരുത്, ഇമാതിരിയുള്ള വർത്തമാനങ്ങൾ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കാഞ്ചന പറയുന്നത്, എന്തായാലും ഗീതുപ്പാപ്പയ്ക്കും ഗോവിന്ദ മാമനും ഇടയിൽ നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മ ഒരു കിഴുക്ക് വെച്ച് കൊടുക്കുകയാണ് കച്ചത്ത് എന്ന് പറഞ്ഞൊരു വിളിക്കുകയാണ് നമ്മുടെ കാഞ്ചന. എന്നിട്ട് ഒറ്റ വിളിച്ച് കരഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗീതു ആണെങ്കിൽ മുറിയിലോട്ട് ചെല്ലുകയാണ്. വരുണും രാധികാമ്മയുടെ മുഖമൊക്കെ കാണണം, ഒരു കൊട്ട കണക്കിനുണ്ട്. അങ്ങനെ നമ്മുടെ രേഖയ്ക്കാണെങ്കിൽ ചിരിയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഗീതു മുറിയിലേക്ക് ചെല്ലുകയാണ്. മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗീതു അടുത്ത് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, അല്ല അവർണികയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഉടനെ ഗീതു ഉണ്ട്, അവർണികയ്ക്ക് അതിനെന്ത് കുഴപ്പം, അവർണികയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നോക്കിയിട്ട് പറയണം, അവർണികയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നോ? അതെ, അവർണികയ്ക്ക് എന്താ കുഴപ്പം? അവർണികയും കിഷോറും തമ്മിൽ ഇനി വലുതായിട്ട് അടുക്കത്തൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് അവർക്കിടയിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അവർണിക അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അതല്ല, അവർണികയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടല്ലേ നീ അവർണികയെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കൊണ്ടുപോയത്? അതിന് അവർണികയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ നീ അപ്പോൾ കള്ളത്തരമാണ് പറഞ്ഞതല്ലേ എന്നിങ്ങനെ ഗോവിന്ദ് ചോദിക്കണം. അപ്പോൾ ഗീതു പെട്ടെന്നാണ് പുള്ളിക്കാരത്തേക്ക് കത്തുന്നത്. അപ്പോഴാണ് ഗീത, അതോ അതവർണികയ്ക്ക് മാറിയിട്ടുണ്ട്, മാറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞു. ആ വയറുവേദനയൊക്കെ അല്ലേ, അത് പോയി ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം. ഗോവിന്ദ് പറയണം, എടി സത്യം പറ, നീ കള്ളമല്ലേ കാണിച്ചത്? നീ കള്ളത്തരം പറഞ്ഞിട്ടല്ലേ നീ അവിടെ നിന്ന് മുങ്ങിയത്? എന്നെയും അവരെയും കൂടെ ഒരുമിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ള നിൻ്റെ അടവല്ലായിരുന്നു അത് എന്നിങ്ങനെ ഗീതുവിനോട് ചോദിക്കണം. അപ്പോൾ ഗീതു പറയണം, അടവോ? ഇല്ല കണ്ണേട്ടാ, അടവൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ് എന്നിങ്ങനെ പറയണം. പിന്നെ നിങ്ങൾ തമ്മിൽ പോയപ്പോൾ പഴയ ആ വിരോധമൊക്കെ മാറിയിട്ട് രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലൊക്കെ ആയി അല്ലേ? സ്നേഹത്തിലോ? ആര് തമ്മിൽ? അല്ല, നിങ്ങളും എൻ്റെ അമ്മയും തമ്മിൽ സ്നേഹത്തിലൊക്കെ ഇപ്പം ആയിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, എന്നാലേ അങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല, ഇനിയിട്ട് നടക്കാനും പോകുന്നില്ല. അതുകൊണ്ടുണ്ടല്ലോ നീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനക്കോട്ട കെട്ടണ്ട. അവരുടെ അടുത്ത് എനിക്ക് നേരത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഗീത ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിക്കണം, അപ്പോൾ ഒന്നും നടന്നില്ലേ നിങ്ങളുടെ ഇടയിൽ? നിങ്ങളൊന്നും തുറന്ന് സംസാരിച്ചിട്ടൊന്നുമില്ലേ? എന്ത് സംസാരിക്കാൻ, ഇതെല്ലാം നിൻ്റെ പണിയാണെന്നേ എനിക്കിപ്പോൾ മനസ്സിലായി എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു. പിന്നീട് പറയാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റ് സംഭവങ്ങൾ ഗോവിന്ദിനെ എടുത്തുകൊണ്ട് പോവുക, നമ്മുടെ വിജയലക്ഷ്മി അമ്മ കെട്ടിപ്പിടിച്ച് കരയുക, ഇതൊക്കെ ഭയങ്കര സംഭവങ്ങൾ തന്നെയായിരുന്നു. ശരിക്കും നമ്മുടെ ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എപ്പിസോഡ് കാണുന്നവർക്കറിയാം. എന്തായാലും റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ചിലരൊക്കെ പറയുന്നുണ്ട്, എൻ്റെ സബ്സ്ക്രൈബറിൽ ഒരാൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ വീഡിയോ ചെയ്യുന്നത് ബബ്ബ എന്നാണെന്നും പിന്നെന്താ കൃങ്ങേ എന്നോ, കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ കൃങ്ങേ എന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സാരമില്ല, ഞാൻ നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും ഒക്കെ ഒരുപോലെ എടുക്കുന്ന ഒരാളാണ് എന്ന് കരുതിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആരും തെറി വിളിക്കാനൊന്നും നിൽക്കേണ്ട. കാരണം തെറി വിളിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ മാന്യമായ രീതിയിൽ വന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ റിവ്യൂ ചെയ്യുക, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് സീരിയലിൻ്റെ റിവ്യൂ ആണ്. അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. പിന്നെ ഞാനിതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു എപ്പിസോഡ് മുഴുവനും 10-20-25 മിനിറ്റുള്ള ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അത് മൊത്തവും ഇങ്ങനെ മനപ്പാഠം പഠിച്ചിട്ടൊന്നും അല്ല റിവ്യൂ ചെയ്യുന്നത്. അത് ഞാൻ മാത്രമല്ല, മിക്കവാറും ആളുകളും അങ്ങനെ മനപ്പാഠം പഠിച്ചിട്ടൊന്നുമല്ല. എന്നാൽ പലരും ഇങ്ങനെ എഴുതി വച്ചിട്ട് ജസ്റ്റ് അത് ദൂരേക്ക് വെച്ചിട്ട് നോക്കിയാണ് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഞാനത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ആ അറിവ് വച്ചിട്ട്, ഒരുപാട് അറിവൊന്നുമില്ല എന്നാലും ഞാൻ ആ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോ ചിലപ്പോൾ സംഭവങ്ങളൊക്കെ മാറിയെന്നിരിക്കും. എന്നാലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അതിൽ വരാൻ ഞാൻ ഒരു എപ്പിസോഡിലുള്ള മുഴുവൻ കാര്യങ്ങളും പരമാവധി അതിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ ബബ്ബ എന്നൊന്നും പറയണ്ട. അങ്ങനെ ഞാൻ ബബ്ബയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എൻ്റെ റിവ്യൂ തന്നെ കാണണമെന്ന് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ റിവ്യൂ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മറ്റുള്ള ചാനലുകാരും ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഏത് സീരിയലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സീരിയലിൻ്റെ റിവ്യൂസ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഒത്തിരി റിവ്യൂകളൊക്കെ പലരും ചെയ്യുന്നുണ്ട്. മലയാളം സീരിയലിൻ്റെ റിവ്യൂ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പോയി കാണാം. എൻ്റെത് തന്നെ വന്ന് കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ താല്പര്യമുള്ളവർ, എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിൽ വന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഇതുണ്ട്. പിന്നെ ഞാൻ ബബ്ബ പറയുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതെ പൊയ്ക്കോളൂ, വിരോധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ എന്താ പറയുന്നത്, നിങ്ങളുടെ മോശം കമൻറ്റിന് അതിൽ ഞാൻ വിരോധമൊന്നും പറഞ്ഞിട്ട് പറയുന്നതല്ല. പക്ഷേ ഞാനിടുന്ന എൻ്റെ വീഡിയോകൾ ഇഷ്ടമല്ലാത്തവർ കാണണ്ട, അതിലെനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നെ ഇഷ്ടമുള്ളവർ, എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ എന്തായാലും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.